എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഉള്ള ഫീ പേയ്മെൻറ്റും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് കോഴ്സ് മാറ്റത്തിൻ്റെ ഫലമായിട്ട് എക്സ്ട്രാ വല്ല ഫീ പേയ്മെൻറ്റും ഉണ്ടെങ്കിൽ ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള അവസരവും ഇന്ന് അവസാനിക്കും. ഇന്ന് വൈകുന്നേരം 5 മണിക്കുള്ളിലായിട്ട് വിദ്യാർത്ഥികൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് വല്ലതും ഉണ്ടെങ്കിൽ അടക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഓൾറെഡി 25,000 രൂപ ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടച്ച വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് എക്സ്ട്രാ ഫീ പേയ്മെൻറ്റ് ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എല്ലാ വിദ്യാർത്ഥികളും ഓപ്ഷൻ അറേഞ്ച് ചെയ്യേണ്ടതുണ്ടോ, അതുപോലെ തന്നെ ഏതൊക്കെ വിദ്യാർത്ഥികൾ ഓപ്ഷൻ ആഡ് ചെയ്ത് കൊടുക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ എങ്ങനെ ഓപ്ഷൻ അറേഞ്ച് ചെയ്യണം എന്നുള്ള കാര്യം കൂടി നോക്കാം. അതുപോലെ നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച ഓപ്ഷനിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഈ ഒരു ഹയർ ഓപ്ഷൻ റിമൂവ് ചെയ്യണോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം കൂടി നമുക്ക് ഈ ഒരു വീഡിയോ വഴി നോക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ പുതുതായിട്ട് വന്നിട്ടുള്ള കോളേജിൻ്റെ ലിസ്റ്റ് കാണാം. ജസ്റ്റ് നിങ്ങളത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു PDF-ൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ കോളേജാണ് പുതുതായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളത് നൽകിയിട്ടുണ്ടാകും. ജസ്റ്റ് ഈ ഒരു PDF ഡൗൺലോഡ് ചെയ്തെടുക്കുന്നു. അതിനുശേഷം ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ജസ്റ്റ് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 5 കോളേജാണ് പുതുതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജിൽ നിങ്ങൾക്ക് പുതുതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓരോ കോളേജിലും എത്ര മെറിറ്റ് സീറ്റ് ഉണ്ട്, എത്ര മാനേജ്മെൻറ്റ് സീറ്റ് ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വെബ്സൈറ്റിലെ സൈഡിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്യുക. അതിനുശേഷം രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡ് നൽകി സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കുന്നതാണ്. അതായത് വിദ്യാർത്ഥികൾക്ക് ഇതേ രീതിയിൽ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇവിടെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടിയതിൻ്റെ അതായത് ഏത് അലോട്ട്മെൻറ്റിലാണ് കിട്ടിയത്, ഏത് ഡേറ്റിലാണ്, ഏത് കോട്ടയിലാണ്, അതുപോലെ എത്രാമത്തെ ഓപ്ഷനിലാണ്, എത്രാമത്തെ കോളേജ്, അതായത് ഏത് കോളേജാണ്, ഏത് കോഴ്സിലാണ് കിട്ടിയത് എന്നുള്ളത് കൃത്യമായിട്ട് ഈ ഒരു രീതിയിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ അലോട്ട്മെൻറ്റ് ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നോ അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഫസ്റ്റിലോ സെക്കൻഡിലോ ഒക്കെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് ഏത് കോളേജിലാണ്, എത്രാമത്തെ അലോട്ട്മെൻറ്റിലാണ്, അതുപോലെ തന്നെ ഏത് ഡേറ്റിലാണ്, അതുപോലെ ഏത് കോട്ടയാണ്, എത്രാമത്തെ ഓപ്ഷനാണ്, ഏത് കോളേജാണ് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ലേറ്റസ്റ്റ് അലോട്ട്മെൻറ്റ് നമ്പർ 3 ഓൺ 31/8/2024, അതായത് തേർഡ് അലോട്ട്മെൻറ്റ് 31-ാം തീയതി പ്രസിദ്ധീകരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് 24 മുതൽ 29 വരെ ചെയ്യാം, അതായത് ഇന്ന് രാത്രി വരെ ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ട്യൂഷൻ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ട്യൂഷൻ ഫീ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് വന്നതായിട്ട് കാണാം. ഇത് നിങ്ങൾ ഓൾറെഡി അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളാണെങ്കിൽ ഇവിടെ ആ ഒരു ട്യൂഷൻ ഫീ പേയ്മെൻറ്റിൻ്റെ നിങ്ങൾ അടച്ച ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഇവിടെ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താലും പോകും. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ അറേഞ്ച്മെൻറ്റ് ഫോർ തേർഡ് അലോട്ട്മെൻറ്റ് അറേഞ്ച് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള പേജിലേക്ക് പോകും. ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. കാരണം പല വിദ്യാർത്ഥികളും ഇതെന്തുകൊണ്ടാണ് ഇവിടെ രജിസ്റ്റർ എന്ന് വീണ്ടും കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ അറേഞ്ച് ചെയ്യാനുള്ള സൗകര്യമാണ്. അതുപോലെ തന്നെ സൈഡിലായിട്ട് 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്താലും ഇതേപോലെ നിങ്ങൾക്ക് കാണാം, അതായത് പബ്ലിഷ്ഡ് അലോട്ട്മെൻറ്റ്, അതുപോലെ തന്നെ ഫീ റെസിപ്റ്റ്സ്, ഓപ്ഷൻസ് തേർഡ് അലോട്ട്മെൻറ്റ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് കാണാം. ഓപ്ഷൻ തേർഡ് അലോട്ട്മെൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ അറേഞ്ച് ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ രജിസ്റ്റർ എന്നുള്ള ഈ ഒരു ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഓപ്ഷൻ അറേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള പേജിലേക്ക് തന്നെയാണ് പോവുക. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഏത് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്, അതായത് നഴ്സിംഗ് കോളേജ്, അത് നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എല്ലാ കോളേജിലേക്കും, അതായത് ഞാൻ നൽകിയിട്ടുള്ള ഓപ്ഷൻസും കാണാം. അതുപോലെ തന്നെ ഞാൻ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള കോളേജുകളും ഈ ഒരു ലിസ്റ്റിൽ വന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതായത് പുതുതായിട്ട് ഞാൻ ഏകദേശം 5 കോളേജിൽ പുതുതായിട്ട് വന്നിട്ടുള്ള BSc നഴ്സിംഗ് കോഴ്സ് ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കോളേജ് കൂടി ഇതിൽ വന്നിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ മുൻപ് നൽകിയിട്ടുള്ള കോളേജസ് ആണ്, അതായത് നിങ്ങളിപ്പോൾ പുതുതായിട്ട് കോളേജസ് ഒന്നും കൊടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ, അതായത് നിങ്ങൾ മുൻപ് നൽകിയിട്ടുള്ള കോളേജിൻ്റെ ആ ഒരു ഭാഗത്ത് ഇതേപോലെ ഇളം പച്ച കളറിൽ ജസ്റ്റ് ഫുള്ളായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ പുതുതായിട്ട് കോളേജ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കോളേജിൻ്റെ നേരെ, അതായത് വൈറ്റ് കളറിലാണ്, അതായത് പുതുതായിട്ട് വന്നിട്ടുള്ള 5 കോളേജസ് കാണുക. ഞാനിപ്പോൾ ഇവിടെ ആ ഒരു അതായത് പുതുതായിട്ട് വന്നിട്ടുള്ള 5 ഓപ്ഷനുകളും പുതുതായിട്ട് ആഡ് ചെയ്തത് കൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഫുള്ളായിട്ട് ആ ഒരു പച്ച കളറിൽ കാണിക്കുന്നത്. അതായത് ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് കാണാം ഒരു ഇളം പച്ച പോലെ, അതായത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ആരൊക്കെയാണ് ഓപ്ഷൻസ് അറേഞ്ച് ചെയ്യേണ്ടത്, ആരൊക്കെയാണ് ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം.
അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണ്, അതായത് ഇനി അതിന് മുകളിലുള്ള മറ്റ് ഓപ്ഷനുകളെ പരിഗണിക്കപ്പെടേണ്ടതില്ല എന്നാണ് എങ്കിൽ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എനിക്കിപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് കോട്ടയത്താണ് കിട്ടിയതെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സീറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് അത് നിങ്ങൾ 5ാമത്തെ ഓപ്ഷൻ ആയിട്ടാണ് നൽകിയിട്ടുള്ളതെന്ന് കരുതുക. അപ്പോൾ 5ാമത്തെ ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് കോട്ടയം കിട്ടിയിട്ടുണ്ട് എന്ന് കരുതുക. അപ്പോൾ അതിന് മുകളിലുള്ള ബാക്കി ഓപ്ഷനുകളൊന്നും പരിഗണിക്കപ്പെടേണ്ടതില്ല എങ്കിൽ, അതായത് അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടേണ്ടതില്ല. നിങ്ങളിപ്പോൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത് ആ ഒരു സീറ്റ് നിങ്ങൾക്കായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസൊക്കെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിച്ച് ഉറപ്പിച്ച ശേഷം ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിന് മുകളിലുള്ള ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. റിമൂവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇവിടെയുള്ള, അതായത് ഏത് ഓപ്ഷനാണോ റിമൂവ് ചെയ്യേണ്ടത് ആ ഒരു ഓപ്ഷൻ്റെ നേരെയുള്ള റിമൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങളുടെ ഓപ്ഷൻ്റെ, അതായത് അവൈലബിൾ കോളേജസ് ഓർ കോഴ്സ് ഓപ്ഷൻസിൻ്റെ ഭാഗത്ത് നിങ്ങളുടെ ഈ ഒരു ഹയർ ഓപ്ഷൻസ് ആയിട്ടുള്ള, അതായത് 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ 1 മുതൽ 4 വരെയുള്ള ഓപ്ഷനും പുതുതായിട്ട് വന്നിട്ടുള്ള 5 കോളേജുകളുടെ ഓപ്ഷൻസും കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു ഹയർ ഓപ്ഷനായിട്ടുള്ള ആ ഒരു കോളേജുകൾ ആവശ്യമില്ല, അതായത് ആ ഒരു ഓപ്ഷനുകൾ ഇനി അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടേണ്ടതില്ല എങ്കിൽ റിമൂവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് റിമൂവ് ചെയ്യുകയും അതിനുശേഷം ഇവിടെയുള്ള സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അത് സേവ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സെലക്ട് കോളേജസ് ഓർ കോഴ്സ് ഓപ്ഷൻസിൽ അത് ഒരു കോളേജും സെലക്ട് ചെയ്തതായിട്ട് അവിടെ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിലവിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള കോളേജിൽ 3rd അലോട്ട്മെൻറ്റ് ശേഷം ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യണമെന്നുള്ളത് നിർബന്ധമല്ല. കാരണം നിങ്ങൾക്ക് അഥവാ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ലഭിച്ച ആ ഒരു കോളേജിൽ നിങ്ങൾ അടച്ച ടോക്കൺ ഫീ പേയ്മെൻറ്റ് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടുന്ന കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും പിന്നീട് പുതിയ കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. എന്നാൽ നിങ്ങൾക്ക് നിലവിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ് തന്നെ മതി എന്നാണെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. റിമൂവ് ചെയ്തിട്ടില്ല അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കുകയും നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പുതുതായിട്ട് കിട്ടിയിട്ടുള്ള ആ ഒരു കോളേജ് അല്ലെങ്കിൽ കോഴ്സിലേക്ക് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. നിലവിൽ ലഭിച്ച ഓപ്ഷൻ തൃപ്തരാണെങ്കിൽ ആ ഒരു ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷനിലേക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഹയർ ഓപ്ഷൻസ് മുഴുവനായിട്ട് നിലനിർത്താവുന്നതാണ്. ഇനി അതേസമയം നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ 1ാമത്തെ ഓപ്ഷൻ വേണ്ട എന്നാണെങ്കിൽ അതിനെ മാത്രമായിട്ടും റിമൂവ് ചെയ്ത് നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ്. റിമൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അത് റിമൂവ് ചെയ്ത ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ ഒരു ഓപ്ഷനെ മാത്രം നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് ഈ ഒരു ഹയർ ഓപ്ഷൻസിനെ മുഴുവനായിട്ട് ഒന്നും റിമൂവ് ചെയ്യേണ്ട, അതായത് നിങ്ങൾക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള കോളേജ് ഓപ്ഷനാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതെങ്കിൽ ആ ഒരു ഓപ്ഷൻ്റെ നേരെയുള്ള, അതായത് ഇതുപോലെ ജസ്റ്റ് ബോക്സ് കാണാം, അതിൽ ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻ നമ്പർ എത്രാമതായിട്ടാണ് നിങ്ങൾ ആ ഒരു പുതുതായിട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ അടുത്ത നിങ്ങൾ നൽകിയുള്ള ഓപ്ഷൻ്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് കൊടുക്കേണ്ടത്, അതിനനുസരിച്ച് നെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷനെ നെക്സ്റ്റ് ഓപ്ഷനായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതും. അതിനുശേഷം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ ആ ഒരു പുതുതായിട്ട് ആഡ് ചെയ്ത് വന്നിട്ടുള്ള കോളേജ് ആഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഹയർ ഓപ്ഷൻ റിമൂവ് ചെയ്യണം എന്നുള്ളത് പ്രത്യേകിച്ച്, അതായത് നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് നിർബന്ധമല്ല. നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ ഹയർ ഓപ്ഷനുകളെ പരിഗണിക്കപ്പെടേണ്ടതില്ല. നിങ്ങൾക്ക് നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത് ആ ഒരു സീറ്റ് നിങ്ങൾക്ക് മതി എന്നാണെങ്കിൽ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കുക. കാരണം സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ലഭിച്ച സീറ്റ് പോവുകയും പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ 3rd അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പുതുതായിട്ട് മറ്റൊരു കോളേജിൽ കിട്ടാതിരിക്കുകയാണെങ്കിൽ മാത്രം നിലവിലെ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ പരിഗണിക്കപ്പെടണം എന്നാണെങ്കിൽ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്യാതെ അത് അവിടെ നിലനിർത്താവുന്നതാണ്. അതുപോലെ തന്നെ പുതുതായിട്ട് വന്നിട്ടുള്ള 5 കോളേജ് ഉണ്ട്. അപ്പോൾ 5 കോളേജ് ആഡ് ചെയ്യേണ്ടവർക്ക് ആ ഒരു ഓപ്ഷൻസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതും ആണ്. അപ്പോൾ ഇന്ന് രാത്രി വരെയാണ് ഇതിനുള്ള അവസരം. നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള കോളേജ് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ, ആ ഒരു ഓപ്ഷൻ്റെ നേരെയുള്ള നെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ അതായത് നെക്സ്റ്റ് ഓപ്ഷനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെയുള്ള ബോക്സിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഒരു ഓപ്ഷൻ എത്രാമത്തെ നമ്പറായിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അതിനനുസരിച്ച് ആ ഒരു ഓപ്ഷൻ നമ്പർ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഏത് രീതിയിൽ എന്ത് റിമൂവ് ആയാലും നെക്സ്റ്റ് ഓപ്ഷൻ ആയാലും എന്താണ് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ച് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി താഴെ ലിസ്റ്റഡ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഇന്ന് രാത്രി വരെ നിങ്ങൾക്ക് ഈ ഒരു 3rd അലോട്ട്മെൻറ്റിനായിട്ട് ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് നിർബന്ധമുള്ള കാര്യമല്ല. എന്നാൽ നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച ഓപ്ഷനിൽ തൃപ്തരായിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷനിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ആ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലഭിച്ച കോളേജിൽ തൃപ്തരായിട്ടുള്ള വിദ്യാർത്ഥികൾ ആ ഒരു ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ
അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ വന്നിട്ടില്ലേ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കുക. കാരണം ചില വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ സമയത്ത് ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും എന്നാൽ ആ ഒരു ഫീ പേയ്മെൻറ്റ് അതായത് റീഫണ്ടായിട്ട് അക്കൗണ്ടിലേക്ക് വരികയും അതുപോലെ തന്നെ ആ ഒരു അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും ചെയ്തതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫീ പേയ്മെൻറ്റ് വെബ്സൈറ്റിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.